അളിയാൻ അങ്ങനെ പറയരുത്. പരിചയമില്ലെന്ന് മാത്രം അളിയാൻ പറയരുത്. നമ്മള് ഭാര്യ കിടന്ന് 2 മണിക്കൂറാണ് സംസാരിച്ചിട്ട് അളിയാ. എന്തോരം തമാശകൾ അളിയാൻ പറഞ്ഞത്. ഞാൻ കോമഡിയൊക്കെ പറയൂ. ഞാൻ ചിരിച്ച് 5 പേർക്ക് കൂടുതൽ അടിച്ച്. അളിയാ, അളിയന് ഞാനൊരു സർപ്രൈസ് തരട്ടെ. കൊണ്ടുപോവാ വെച്ചിരുന്ന് തിന്നാലോ. അതല്ല, ഞാൻ വിളിച്ച അമ്പിളി വരും. അപ്പൊ അളി എനിക്ക് അമ്പിളി മാമനെ പിടിച്ചു തരാൻ പോവാണ്. അമ്പിളി മാമനല്ല, അമ്പിളി മാമി. അമ്പിളി അമ്പിളി മദ്യപിച്ചല്ലേ? മദ്യപിച്ചില്ല, മാന്തി. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ന് പറയുന്നത് ഞാൻ ഹാളെ ഇരുന്നോണ്ട് കേട്ട്. പെണ്ണുമുള്ള കള്ളം പറയില്ല. ഈ മാട്ട വീട്ടിൽ എവിടെ ഇരിക്കണ ഹാള്? അടിച്ചെന്നിട്ട് ഹാളെന്നല്ല പറഞ്ഞത്. ഈ ഹോള് കണ്ടോ? അതിരുന്ന് മൊത്തം ഞാൻ കേട്ടു. പറയതാരാ? ഇതാണ് എന്റെ അളിയൻ ഗോപൻ. ഗോപനായാലും കീവനായാലും ഈ സെക്കൻഡ് ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങണമെന്നോ? ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കള്ള് കുടിച്ചിട്ട് വന്നാൽ ഇതുപോലുള്ള ഓരോരുത്തമാരെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടു. ഈ ഇടയ്ക്ക് തന്നെ അപ്പുറത്തെ വീട്ടിലെ 1.5 വയസ്സുള്ള മണിക്കൂട്ടൻ ഇയാൾ വീട് വലിക്കാൻ കൊടുത്തു. അത് മോശം. കൊച്ചു ചെറുക്കനൊക്കെ വീട് വലിക്കാൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. അയ്യോ, കൊച്ചു ചെറുക്കനല്ല, സർലയുടെ ആട്ടുകുട്ടിയുടെ പേരാണ് മണിക്കുട്ടൻ. അതിന്റെ കേസ് വേറെ നടക്കുന്നതേ ഉള്ളു. ആ ആടിന്റെ വായിക്കൂടെ വീട് വലിച്ച് മൂക്കിക്കൂടെ പുക വിടാൻ പഠിപ്പിച്ചതിന്റെ കേസ്. അതിനിപ്പോ എന്താ? ഇപ്പൊ ആടിന് ഇല വേണ്ട, 3 നേരവും ബീഡി മതി. അബദ്ധം കാണിച്ചിട്ട് ഇന്ന് ക്രെഡിറ്റ് പറയരുത്. ഞാൻ പറഞ്ഞേക്കാം, അന്ന് എനിക്കൊരു അബദ്ധം പറ്റി. പക്ഷേ എനിക്ക് ഇപ്പൊ എന്റെ അളിയനാണ്. അയ്യോ, രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിക്കോണം. അങ്ങനെ പോവല്ലെങ്കിലോ? എടി, നിനക്കറിയാവോ ഇവൻ എന്റെ കൂടെ പിറക്കാത്ത കൂടപ്പിറപ്പ അല്ല അളിയാ. അളിയാ, അളിയൻ എന്താണ് അളിയാ കഴിക്കാൻ വേണ്ടത്? തന്തൂരി ചിക്കൻ. എടി, എന്റെ അളിയന് തന്തൂരി കൊടുക്കടി. തന്തൂരി ചിക്കൻ. അത് ശരി, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടന്റെ ഭാര്യക്ക് തന്തൂരി അറിയാൻ പാടില്ല. ഞാൻ അടിക്കും, ഞാൻ പറഞ്ഞേക്കാം. അളിയാ, അളിയന് തന്തൂരി ചിക്കൻ നാളെ ഞാൻ വാങ്ങിത്തരാം അളിയാ. അത് നിന്റെ കൊച്ചത്തിന് കൊണ്ടുവരാ പട്ടി. ഇത് ഇയാളെ കുടുംബക്കാര് തന്നെയാണ്. എനിക്ക് നൂഡിൽസ് മതി നാളെ. അളിയന് നാളെ ഞാൻ നൂഡിൽസ് തരാട്ടാ. നമുക്കിപ്പോ വന്ന് കിടക്കാം, വാ. നിങ്ങളിത് എന്തോ കാണിക്കാൻ പോവാ? എടി, ഞാനും എന്റെ അളിയനും കൂടി ഇവിടെ കിടക്കാൻ പോകും. നിങ്ങൾ എന്നെയാണ് കെട്ടിയത്, അപ്പൊ എന്റെ കൂടെ വേണം അകത്ത് വന്ന് കിടക്കാൻ. എടി, നീ സേഫ്റ്റി ഓർത്ത് പുറത്ത് കിടക്കാതെ അകത്ത് കിടക്ക്. കതകും അടച്ച് കിടക്കാൻ നോക്കടി. എനിക്ക് അളിയൻ കിടക്കളിയാ. ഞാൻ കഥ എടുത്തു. വാതിൽ പഴുതിയിലൂടെ സന്ധ്യ പോകേ. ഈ നിലവറയിൽ പോലും കാണത്തില്ല ഇത്രയും സേഫ്. ഹലോ, അതാണ്ട് പൂട്ടുകയും ചെയ്തു. അളിയാ, അവള് വാതില് മാത്രാണോ അല്ലെങ്കിൽ ജനലും കൊണ്ടോയോ? ജനലോ? എന്റെ നിക്കറ് കൊണ്ടോയോന്ന്. അതുകൊണ്ട് അളിയാ, വാളിയാ, നമുക്ക് അന്താശ്ശേരി പാടി കിടക്കാം. അങ്ങനെയാണെങ്കിൽ അളി ഇറു വെച്ചൊരു പാട്ട് പാട്. അളിയോ, തല എവിടെ നിന്ന് മാറ്റിയേക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇറു വെച്ച് പാടും, പറു വെച്ച് പാടും, പിറു വെച്ച് പാടും. ഒരു കണക്കിന് അത് നല്ല ഇങ്ങോട്ട് കിടക്കാം. അതാണ് നല്ലത് അളിയാ. അയ്യോ, കേടാ. ഇങ്ങോട്ട് കേട, എങ്ങോട്ട്? അമ്പിളി അമ്പിളി അമ്പിളി. അയ്യേ 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 അയ്യേ. നീ ഏതാടാ? എന്റെ മുണ്ട വിടാ. നിനക്ക് ഏതിന്റെ ഉത്തരവാ വേണ്ടത്? എന്റെ മുണ്ട വിടാ. എന്റെ മുണ്ടല്ലേ വാതിലായിട്ട് കിടക്കണത്. നീ ഏതാടാ? നീ എന്തു അളി അങ്ങനെ പറയുന്നേ? അളിയനാ? എടി അമ്പിളി അമ്പിളി. ഗുഡ് മോർണിംഗ് ഉണ്ടെന്ന്. ഇതെന്താടി ഇത്? അത് നൂഡിൽസ്. നമ്മുടെ വീട്ടിൽ എവിടെ നൂഡിൽസ്? മനുഷ്യനെ ഉപയോഗിച്ച് നാണം കെടുത്തിട്ട് ഇടിയപ്പത്തിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേ ഉള്ളൂ. അതല്ലെന്ന്, ഇതിങ്ങനെ കൊടുക്കാൻ ആരടി? അങ്ങനോ? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ബന്ധുവാണെന്ന്? അയ്യോ, എനിക്ക് യാതൊരു പരിചയമില്ല. എടോ മനുഷ്യ, ഇന്നലെ ഈ നിങ്ങളുടെ ബന്ധുവിന് തന്തൂരി ചിക്കൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞു നിങ്ങളെ തല്ലാൻ വന്നില്ലയോ? അല്ല, എന്താണ് ഈ തന്തൂരി ചിക്കൻ? എനിക്കറിയാം. അറിയെങ്കിൽ പറയടി, എന്താണ് തന്തൂരി ചിക്കൻ? ഓ, ഇന്നലെ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അടിക്കാൻ വരുന്നത്. അപ്പൊ ഇന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ അടിക്കാൻ വരുവാണോ? ഏതാടാ? ഈ കോഴിയുടെ ബാക്കിൽ കൂടെ കമ്പി ഏറ്റി ചൂടും, അതാണ് തന്തൂരി ചിക്കൻ. അതല്ലെന്ന്, നീ ഏതാടാ? ഞാനേന്നോ? നോക്കിപ്പോ ചോദിക്കണ ഞാനേതെന്ന്. കള്ളുപിടിച്ചു കഴിഞ്ഞാൽ പോതല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ വളരെ മാന്യമായിട്ട് കോഴിക്കോട് ബസ്സിൽ പൊക്കൊണ്ടിരുന്ന എന്നെ യമൻ വയറ്റിൽ വെച്ച് കൈ കാണിച്ച് വിളിച്ചിറക്കി, എന്നിട്ട് മാറിക്കൊണ്ടുപോയി 2 പെഗും മേടിച്ചു. ഇപ്പൊ വീട്ടിൽ വിളിച്ചിട്ട് എന്തിനാണ് കോഴിക്കോട്ട് പോയത്? ഞാൻ സത്യം പറയാ കുറച്ച് ദിവസം ഒളിച്ച് താമസിക്കാൻ വേണ്ടി പോയതാ. ഒളിച്ച് താമസിക്കാനാ? സത്യം പറഞ്ഞ നാട്ടിലൊരു ഭയങ്കര കേസായിട്ട് ഞാൻ ജയിലിലായിരുന്നു. ഇന്നലെ ഞാൻ ജയിലിൽ ചാടി. മൊബൈലിൽ കണ്ടുപിടിച്ചേട്ടാ, കൊള്ളാല്ലേ? എന്റെ പൊന്നോ, എന്റെ പൊന്നോ, അങ്ങോട്ട് മാറി. വീട്ടിൽ നിന്ന് ഇറങ്ങടാ. നീ? ഞാൻ ഇറങ്ങൂല. നീ ഇറങ്ങൂലേ? എല്ലേ വിളിച്ചോണ്ട് വന്നേ? കാലുമടക്ക ഒരു തോഴി. എന്റെ തള്ളവരലേ, എന്റെ തള്ളവരലേ. നേരത്തെ ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളുടെ തള്ള വരുന്നെന്ന് പറഞ്ഞു. തള്ള വരുന്നല്ല, എന്റെ തള്ളവരലേ. അയ്യോ, തള്ളവരലേ. എന്ത് പറ്റി? എന്റെ തള്ളവരല് പോയടാ.
ഇതെന്നാടാ ഈ കാണിക്കണേ? തള്ളവിരലിന് വയ്യ. തള്ളവിരലിന് വയ്യെങ്കിൽ വിരലിൽ തടവണം, തൊടയിലല്ല തടവേണ്ടത്. ഞരമ്പ് ഇതുവഴി അങ്ങ് പോയേക്കൂല്ലേ ഇതായിട്ട്? ഞരമ്പ് ഇതുവഴിയല്ല, ഇതുവഴിയാണ് വന്നോണ്ടിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു, തടവി അങ്ങ് ഇറക്കാം. എന്താളിയാ എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്നേഹം കൊണ്ടല്ലേ തൊടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. സ്നേഹം കൊണ്ടാ. നിന്റെ സ്നേഹം എനിക്ക് വേണ്ടെങ്കിലോ? എനിക്ക് സ്നേഹം കൊണ്ടാ. മനസ്സിലാക്കും, അത് പറ. നീ കൊണ്ടടി, ഇടി നിനക്ക് ഇവൻ അറിയാവോ? എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അവന്റെ തടവ് കണ്ടാൽ അറിയാം, നല്ല ഒന്നാന്തരം തടവ് പുല്ല. ഇവന്റെ ഒക്കെ സ്വഭാവം എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇറങ്ങടാ. ഞാൻ പോകൂല. ഇറങ്ങടാ. ഞാൻ പോകൂല. ഇറങ്ങടാ. ഞാൻ പോകൂല. ഇറങ്ങടാ. ഞാൻ പോകൂല. നീ ഇതോടെ കമ്പോസ് ചെയ്യണ, അവനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണേ. നോക്കിപ്പോ ഇറങ്ങിപ്പാൻ പറഞ്ഞ എന്തോ ചെയ്യാൻ ഇതെന്താണ് കയറി വരുന്നത്? എന്താ മോനെ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുണ്ട്. നടക്കേല മോനോട് ഒരു പരിപാടി. സത്യം പറയാ, തെറ്റുവല്ലോ ചെയ്തിട്ടുണ്ടോ? കൊച്ചൊരു തെറ്റിയത്. ആൾക്കാരാണ് ഇത് പറഞ്ഞു വലുതാക്കിയത്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇവിടെ വരാൻ. അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിട്ട് പോരാ. ഞാൻ പറഞ്ഞ കേസിലെ പ്രതിക്ക് അവന്റെ അടുത്ത് വെറുതെ തെറ്റ് പറ്റാത്ത ആരുണ്ട്? ഗോപു. ഗോപു അല്ല, ഗോപൻ. പക്ഷെ ഇന്ന് മുതൽ ഞാൻ ഗോപുന്ന് വിളിക്കും, കുഴപ്പമുണ്ടോ? ഇത് ഞാൻ എവിടെ കേട്ടാണല്ലോ. ഇങ്ങോട്ട് മാറാ. എന്തായിരുന്നു പരിപാടി? പാത്രം കൊടുക്കാൻ വേണ്ടി പോയതാ. നിന്റെ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം കറഞ്ഞു പോകാൻ പാടില്ല നിനക്ക്. അല്ലെ, എനിക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിൽ എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഒന്ന് കുത്തിയിട്. ഇവിടെ കറന്റ് ഇല്ല. അത് ഉച്ചയ്ക്കാകുമ്പോ വരുമല്ലോ. അതല്ല, ഈ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. അളി എന്റെ ഫോൺ കേട്ടോ. എന്റെ ഫോൺ കക്കൂസി പോയില്ലേ? എന്താ വരട്ടെ. ആര്? കക്കൂസി പോയ ഫോണ് വരട്ടെ. അതല്ലെന്ന്, എന്റെ ഫോൺ കക്കൂസിൽ വീണു പോയെന്നാണ് പറഞ്ഞത്. കോമഡിയാണ് മിസ്റ്റർ. എന്റെ പൊന്നോ, ഇനി പറഞ്ഞാ നിന്റെ കണ്ണി കൂടെ പൊന്നീച്ച മാറിക്കും. ഞാൻ മനസ്സിലായാ? ഞാൻ പറഞ്ഞു. എന്താടോ? എന്താടാ? എന്താടി? അല്ല, അയാളുടെ കേസ് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ. ഓഹോ, ശരി, വക്കീൽ അമ്പിളി. എന്താ ഇയാളെ കുറ്റം എന്തോ? സത്യം പറഞ്ഞ ഞാൻ കഷ്ടപ്പെട്ട ഒരു വീട് പണിഞ്ഞ്, അതുകൊണ്ട് എന്നെ പോലീസ് പിടിച്ചത്. വീട് പണി ഞാൻ പോലീസൊക്കെ പിടിക്കുവോ? പിന്നെ ട്രെയിൻ പാളത്തിൽ കിടക്കുന്ന മെറ്റലെല്ലാം പറഞ്ഞുകൊണ്ട് വീട് പണിഞ്ഞ പോലീസ് പിടിച്ചു. അവർ ഇവിടെ മാത്രമല്ലടി, അങ്ങ് കേന്ദ്രത്തിൽ വിടറി പിടി. അപ്പൊ പോലീസ് കേന്ദ്രത്തിൽ നിന്നും വരും. ഇവനെ പറഞ്ഞിടാൻ നോക്ക് നീ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ അന്തസ്സോടെ ജീവിക്കുന്ന തറവാട്ടുകാരാണ്. അയ്യോ, അന്തസ്സുള്ള തറവാട് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. പാണ്ഡ്യലോറിയുടെ ലൈറ്റ് അടിച്ചപ്പോ മറ്റേ ചില്ലുംകുട്ടിലൊക്കെ പഴംപൊരി കിടക്കത്തില്ലേ, അതുപോലെ ഈ പെണ്ണുമ്പിളിന്റെ അകത്ത് കിടന്നത്. പറയുന്നേട്ടോ തറവാടെന്ന്. അല്ല, നിങ്ങളെ തിരക്കാനൊന്നും ആരുമില്ലേ? പോലീസ് ഇടയ്ക്കിടയ്ക്ക് തിരക്കി വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടുകാരും തിരക്കത്തില്ലയോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്താണത്? തന്തയും തള്ളയില്ലാത്തൊരു ചെറുക്കൻ ഈ ഒരു ബീജം മാത്രമേ ഉള്ളൂ ചേട്ടാ എനിക്ക് കൊടുക്കാൻ. അയ്യോ, ആകാശദൂതിലെ പയ്യൻ. അയ്യോ, ആകാശദൂതിലെ പയ്യനല്ല. എന്റെ ഈ തള്ളവിരൽ വേണിച്ചിട്ട് പാടില്ല എനിക്ക്. ഇവനോട് പറഞ്ഞു വിടരെങ്കിലും. കരയുന്നു. സംഭവം എന്തൊക്കെയായാലും അച്ഛനും അമ്മയില്ലെങ്കിൽ എല്ലാവർക്കും കരച്ചിൽ വരും. എടാ മോനെ, നിന്റെ അച്ഛൻ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? ഒന്നും പറ്റിയല്ല. അവർ രണ്ടുപേരും വാ തുറന്ന ചെറ്റവർത്താനേ പറയും. ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവന് സ്വന്തമായിട്ട് മുടി പോലുമില്ല. ഞാൻ പോവാ. നിസ്സാരക്കാരനായിട്ട് കണ്ട എന്തായാലും കട്ടിമുടിച്ച് 10 ലക്ഷം രൂപയുടെ സ്വത്ത് എനിക്കുണ്ട്. കള്ളം കൂട്ടി നോക്കുമ്പോൾ 35 ലക്ഷം രൂപയുടെ സ്വത്ത് എനിക്കുണ്ട്. സ്വത്തുണ്ട്. ഞാൻ ആരെന്നെ ഒളിപ്പിച്ച് താമസിക്കുക അവർക്ക് ഞാൻ കൊടുക്കും. അച്ഛൻ കടം കയറി നാട് വിട്ടപ്പോ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ട്. മാസം കടന അല്ല, ഞാൻ മാപ്പിളയായിട്ടുള്ളത്. ഇയാൾ ഇവിടെ കുളിച്ചൊരുങ്ങി വരുമ്പോഴത്തേക്ക് നല്ല ഒന്നാന്തര കരിമീൻ ഫ്രൈ ചോറ് തരും. അയ്യേ, 50 ലക്ഷം കൈകളവൻ കരിമീൻ നട്ടപ്പോ എനിക്ക് കരിമീൻ എവിടെ നിന്ന് കിട്ടും? കരിമീനൊന്നുമില്ല, തെർമക്കോൾ മീനിന്റെ ഷേപ്പ് കട്ട് ചെയ്ത് മസാല വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, നീ അവനോട് നിർത്തിയ ഉദ്ദേശം? നിങ്ങൾക്ക് എന്ന് ഈ മൂട് കയറിയ കരിവായിട്ട് നടന്നാ മതിയോ? വേണ്ട, അതല്ല പറഞ്ഞത്. അവനോട് നിർത്താൻ എനിക്ക് താല്പര്യമില്ല. ചേട്ടാ, അവൻ പൊന്മുട്ടയിടുന്നൊരു താറാവാണ്. എന്താണ് അവിടെ പരിപാടി? അല്ല, തുണി കഴിവുള്ള തുണി അത് അകത്ത് പോയി കഴിക്കണ. നീ ഇപ്പോൾ മുട്ടോളാ. നീ വന്ന കാര്യം പറഞ്ഞു കേട്ടോ. 19 ലക്ഷം രൂപയുടെ ആസ്തി ചെറുക്കനുണ്ട്. അവൻ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവൻ നമ്മളെ പൊന്നു പോലെ നോക്കത്തില്ല ചേട്ടാ. ആ പൊന്നു പോലെ നോക്കാൻ എനിക്ക് വേണ്ടെങ്കിലോ? എടി, അവന്റെ പുറകെ പോലീസ് എന്താ കാര്യം പറയാൻ നിങ്ങൾ ഒന്നും പറയണ്ട. ബാക്കി കാര്യം ഞാൻ നേറ്റു. ഒരു തെരിക്കസ്തൂരി കുളിർ മണമയാകെ വേണം. മണിപ്പൊന്തൂവൽ മുടിയിൽ ചൂടാനും വേണം. പാലിട്ട് കണ്ണെഴുതാം. നീ തന്നെ കോരിക്കോനെ. എന്തുവാ 3 പ്രാവശ്യം ആ ചക്കൻ അവിടെ കിടന്ന് നോക്കാനിക്കുന്നുണ്ട്. അത് കോറസ് ഇട്ടതാണ്. ഗോപു
തേണ്ടാ കൊള്ളല. ഒരു പിടികിട്ടാ പുള്ളിയെ കണ്ടപ്പോ എന്റെ ഭാര്യയുടെ പിടിവിട്ട് നിൽക്കാണ്. ഇനി അവൻ കുറച്ച് കാശുണ്ടാക്കും. ആ കാശ് കാണുമ്പോൾ അവളുടെ കണ്ണ് മഞ്ഞളിക്കും. അങ്ങനെ എങ്ങാനും വന്നാൽ അവൾ അവന്റെ കൂടെ പോകും. എന്റെ പൊന്നോ, ആ ഇത് പോകും. ഇല്ല 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 അമ്പിളി, നിന്നെ അങ്ങനെ അവന്റെ കൂടെ പോകാൻ ഞാൻ സമ്മതിക്കൂലടി അമ്പിളി. ഇത് അവൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊല്ലാൻ വേണ്ടി പറഞ്ഞത്. ഇതെന്താ പിന്നെ കത്തി? മീൻ വെട്ടണ്ട ചെറുക്കപ്പ് കുടിച്ചുപൊട്ട് വരുമ്പോൾ ഷേപ്പ് കറക്റ്റ് കേട്ടോ. അയ്യോ, അപ്പൊ സ്വപ്നായിരുന്നല്ലേ? എന്തോ ഈ പറയുന്നത്? ഒന്നുമില്ല. ചെക്കൻ എന്തിയെ? അവിടെ ഇവിടെ തിരിഞ്ഞടങ്ങുന്ന കണ്ടായിരുന്നു. എന്താ എനിക്ക് തിന്നാനുള്ള എന്തോ ഒളിപ്പിച്ചല്ലേ? അതെ, എനിക്ക് വയറ് നിറയുന്നുള്ള എന്തോ സാധനം. വയറ് നിറയുന്നതാണോ വയറ് ഒഴിഞ്ഞാണെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ പോരെ. ഓക്കെ, അത് മതി. എന്താണ് ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എന്തോ കരിമീൻ പൊള്ളിച്ചരാന്ന് പറഞ്ഞ് കപ്പ വറുത്തരാന്ന് പറഞ്ഞ് ബീഫ് വരാന്ന് അങ്ങനെ ചിക്കൻ ചില്ലി എന്തോ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ചെറുപ്പക്കോളി ഇനി വേണ്ടി വരും കേട്ടോ. എടാ, നിനക്ക് ഇവിടുന്ന് പോകാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലടാ നിനക്ക്? അളി എന്റെ അരപ്പിടി, ഞാൻ ഇപ്പൊ പോവാം. നീ ഇവിടുന്ന് പോകാൻ വേണ്ടി അരയല്ല കാല് വരെ ഞാൻ പിടിക്കാം. അതല്ല എന്റെ ഇരിക്കുന്നാണ്ടേ ഈ അര അങ്ങോട്ട് പിടിക്ക്. നമ്മൾ അടിക്കുന്നു, ഇവിടെ കിടക്കുന്നു. ഞാൻ അടി നിർത്തി. അടി നിർത്തി അളിയിൽ 24 മണിക്കൂർ കുടിക്കുന്നു പറഞ്ഞേ. ഇല്ല, എന്റെ ഭാര്യക്ക് ഇഷ്ടമല്ല ഞാൻ അടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അടി നിർത്തി. ഭാര്യക്ക് ഇഷ്ടമല്ലയോ? ഇഷ്ടമല്ല. വെള്ളം റെഡി, വെള്ളം റെഡി, വെള്ളം റെഡി. ഇതെന്തിനാണ് വെള്ളം? കള്ളു കുടിക്കാൻ. ഭാര്യക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ചുമ്മാ ഇന്ന് മുതൽ നിങ്ങൾ എവിടെയും കൊണ്ട് ഇവിടെ കള്ളു കുടിച്ചാൽ ഞാൻ കൂച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് കുടിക്കാം. അതാണ് കൊടുത്തത്. എന്താണ് പരിപാടി? അല്ല, അത് വേണ്ട ഭാര്യ. നീ ഇറങ്ങണം. ഇതെന്നാണ് കാണിച്ചത്? ഒരു തള്ളല് പ്രതീക്ഷിച്ച്. തള്ളിയില്ല, തള്ള മോളെ. ഇറങ്ങി പറഞ്ഞു. ആദ്യം തള്ളിയ നീ കോമഡി തള്ളല്, പക്ഷെ ഇത് നീ സീരിയസ് തള്ളലാളിയാ. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കൂലല്ല. അവന്റെ കുഞ്ഞമ്മടെ ഞാൻ പോവാ. ഇറങ്ങി പോടാ. നിങ്ങൾ തകർത്തത് എന്റെ സ്വപ്നങ്ങളാ, എന്റെ സ്വപ്നങ്ങൾ. എന്റെ സ്വപ്നങ്ങളല്ല, അവനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സ്വപ്നങ്ങൾ കയറി കയറി ആ ചെറുക്ക ഈ വീട്ടിലുള്ളത് എന്ത് രസമായിരുന്നു കേട്ടോ. ഒരു രസം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കള്ളുകൂടി നിർത്തിയതിന് കാരണം തന്നെ ഗോപുവാണ്. അത് ശരിയാണ്. ഇനി എല്ലാ ദിവസവും ഞാൻ കുടിക്കല, കുടിച്ചോണ്ട് ഒരാളെ ഞാൻ വീട്ടിൽ കൊണ്ടുവരല. പക്ഷെ ഗോപു പാവമായിരുന്നു കേട്ടാ. ഗോപു പാവമല്ല, ഗോപു കള്ളനാ, കള്ളൻ. അയാള് കള്ളനൊന്നുമല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാ. ഈ കൊള്ളാലൊരു തീപ്പെട്ടിക്കൊള്ളി. എന്താ? അല്ല, ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് നിന്നെ പച്ചക്ക് കത്തിക്കുന്നു ഞാൻ. അമ്പിളി, അയ്യോ കാലം വന്നപ്പോഴേ പറഞ്ഞു വിട്ടോ ഗോപു. മോനെ, എന്താണ് നിനക്ക്? ഗോപു വന്ന് പോയെന്ന് പറഞ്ഞോണ്ട് വിഷമിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഇവിടെ വന്ന് കയറി. അയാളെ പറഞ്ഞ് മനസ്സിലാക്കിട്ട് പോരാ. നീ എന്താ പോയില്ലടാ നീ? എന്ത്? അങ്ങനെ നീ ഇവിടെ നമ്മുടെ ബന്ധം സ്ഥാപിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സെന്ററിൽ നിങ്ങൾ. അതല്ല, പാർട്ടിക്കാരനെ കല്ലെടുത്തെറിഞ്ഞെന്ന് പറഞ്ഞ് 2 ദിവസം എന്താ ബസ്സൊന്നും ഇല്ല. എടാ, ഇത് ഏതവനാണ് ഈ സമയത്ത് പാർട്ടിക്കാരന്റെ തല കല്ലെറിഞ്ഞത്? ഞാൻ അളിയനല്ലി ഇന്നലെ ബാറി വെച്ച് ആ പാർട്ടിക്കാരനെ എറിയാൻ പറഞ്ഞു. ആടെ നല്ല കിണ്ണം കല്ല് വെച്ച് എറിഞ്ഞ് കയറ്റിക്കോ. എന്റെ ദൈവം, ഇത് എന്തൊരു വിധി എന്ന് പറയണേ. അപ്പൊ ഗോപു പോകുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടാവും. 1 2 3 പേർക്കുള്ള അരി ഇട്ടിട്ട് ഞാൻ ഇപ്പൊ വരവേ. ഓ, ടെൻഷൻ 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 ടെൻഷൻ. ഞാനിപ്പോ വരാം. നിങ്ങൾ ഇതെവിടെ പോവാ? ഞാൻ ബാറി പോയിട്ട് 2 വിട്ടിട്ട് വരാം. അപ്പൊ 4 5 പേർക്കുള്ള അരി ഇടണം. 4 5 പേർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ വേറെ ആള് വരും. അളിയ, ഞാൻ ഒരു കാര്യം പറയാം. അളിയൻ ബാറി പോവോ വെള്ളം അടിക്കാൻ എന്തോ കഴിക്കോ, പക്ഷെ പരിചയമില്ലാത്തവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഞാൻ കേട്ടൂലല്ലേ ഈ തറവാട്ടി. അല്ലേ അമ്പിളി? അങ്ങനെ തന്നെ ഗോപു. എന്റെ പൊന്നോ.